ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞണ്ട് റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം, കാരണം ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി ആമിക്കുട്ടി പറയുന്ന ഞണ്ട് കറി വെക്കാൻ, അവൾക്ക് ഇഷ്ടമാന്നുള്ളത് ഞാൻ ഈ അടുത്താണ് കേട്ടോ അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്കത് ട്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു 10 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനോടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ കുറച്ചെടുത്താൽ മതി കേട്ടോ, പിന്നീട് നമ്മൾ പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ തോതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം വേണം നമുക്കിനി ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ ഒരു ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഇത്രയും പൊടിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ, പിന്നെ ബാക്കിയുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്, കാരണം പച്ചമുളക് നമ്മൾ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ ഒരു അര തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, വലിയ തക്കാളിയുടെ അര തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പിന്റെ എല്ലാ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വാടി വരട്ടെ. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ കണ്ടോ ഒന്ന് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഞണ്ടാണ് ഇടുന്നത് ആ ഞണ്ട് ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം. ഒരുപാട് മുങ്ങിക്കെടുക്കണ്ട, പക്ഷെ അതിന്റെ ഒരു മേൽഭാഗം മാത്രം കാണുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വരണം. നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഞണ്ടുകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പാകത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതായത് ഇത്രയൊന്നും മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ, ഫുള്ളായിട്ട് മുങ്ങണ്ട. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലോട്ട് വെച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. സ്പൂൺ വെച്ച് ഇളക്കണം എന്നില്ല, ഈ പാത്രം മൊത്തത്തിൽ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വെള്ളം എല്ലായിടത്തേക്കും സെറ്റായി ഇതൊന്നും എന്താ പറയാ നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുന്നുണ്ടാവും. നമ്മൾ റോസ്റ്റ് പാകത്തിനാണ് എടുക്കണേന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരുവിധം ഒന്ന് സെറ്റായിട്ട് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. അപ്പൊ അങ്ങനെ എനിക്കൊരു എല്ലാം കൂടി എനിക്കൊരു 12-13 മിനിറ്റിന്റെ അടുത്ത് ആയിട്ടുണ്ട്. അതിനുള്ളിൽ എനിക്കിതാ ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുറന്നു വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിനെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ അധികം ഡ്രൈ വേണ്ടാത്തൊരു ഇതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളത്തിന്റെ അത്രയും വരുമ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേനും നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ ഞാനിത് ഞണ്ട് റോസ്റ്റ് ആയിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അധികം വെള്ളം എനിക്ക് ആവശ്യമില്ലാത്ത കാരണം ഞാനത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ആമിക്കുട്ടി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ നമ്മുടെ ഞണ്ട് കറി നല്ല ടേസ്റ്റ് ഉള്ള ഞണ്ട് കറി ആട്ടോ. നമുക്ക് സാധാ നമ്മൾ വെക്കുന്ന ആ ഒരു മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ പിന്നെ നമുക്ക് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് തരിക, അതുകൊണ്ട് നമുക്ക് ആ പണി നമുക്കില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കറി വെക്കാം കേട്ടോ. അപ്പൊ എനിക്കിത് എന്റെ അമ്മ പറഞ്ഞ റെസിപ്പിയാണ്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ആമിക്കുട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ലൊരു ഞണ്ട് റോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.